ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് പഠിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, പെയിന്റ് ബ്രഷ് ടൂൾ. പെയിന്റ് ബ്രഷ് ടൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10x10 ഇഞ്ചസിൽ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ബോർഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൂൾ ബോക്സിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പെയിന്റ് ബ്രഷ് ടൂൾ. ബി ആണല്ലേ ഷോർട്ട് കട്ട്. അതുപോലെ തന്നെ മറ്റൊരു ടൂൾ കൂടിയുണ്ട്, ബ്ലോബ് ബ്രഷ് ടൂൾ. ഷിഫ്റ്റ് ബി ആണ് ഷോർട്ട് കട്ട്. അപ്പൊ ഈ രണ്ട് ടൂൾസും എങ്ങനെ ഉപയോഗിക്കാം, ഇതിന്റെ ഓപ്ഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് ബ്രഷ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പൊ മുമ്പ് നമ്മൾ ഫോട്ടോഷോപ്പിന്റെ ട്യൂട്ടോറിയലൊക്കെ ചെയ്തപ്പോൾ ഫോട്ടോഷോപ്പിന്റെ പെയിന്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്തു, വളരെ ഡീറ്റെയിൽ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മളൊരു വെക്ടർ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വെക്ടർ ഗ്രാഫിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഈ ഇല്ലുസ്ട്രേറ്ററിലും നമുക്ക് പെയിന്റിങ്സ് അല്ലെങ്കിൽ വെക്ടർ ഇല്ലുസ്ട്രേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. കൂടാതെ ഡിസൈനേഴ്സിന് ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാനും ചെറിയ ചെറിയ രീതിയിലുള്ള വർക്കുകളും ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ടൂൾസും അല്ലെങ്കിൽ ബ്രഷ് ടൂൾസിന്റെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് അത് ഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുഴുവനായിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചില ആളുകൾക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ടൂളാണ് പെയിന്റ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതിന്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. ടൂൾ ബോക്സിലേക്ക് വരാണ്. ബ്രഷ് ടൂൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ സബ് ടൂൾസും കാണാൻ പറ്റും. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ പെയിന്റ് ബ്രഷ് ടൂളിനോടൊപ്പം തന്നെ ബ്ലോ ബ്രഷ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളും ഉണ്ട്. ഞാനിത് ആർട്ട് ബോർഡിലേക്ക് ബ്രഷ് ടൂളിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാം കേഴ്സർ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ടല്ലേ. അതായത് ഒരു പെയിന്റ് ബ്രഷിന്റെ ഒരു ഐക്കണോട് കൂടിയിട്ടുള്ള ഒരു കേഴ്സർ ആണ്. ഒപ്പം ടിപ്പിൽ ഒരു ചെറിയൊരു സർക്കിൾ കാണാം. ആ സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോക്കിന്റെ സൈസ് ആണ്, നമ്മൾ വരയ്ക്കുന്ന സ്ട്രോക്കിന്റെ സൈസ്. അത് നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യാനും ക്ലോസ് ബ്രാക്കറ്റ് യൂസ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളൊക്കെ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് സൈസ് ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു ലൈൻ വളരെ സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ പറ്റിയില്ലേ. കുറച്ചും കൂടി സൈസ് ഒന്ന് കൂട്ടിയിട്ട് ഞാൻ ഒരു ലൈൻ കൂടി വരയ്ക്കാം. ഒന്നുകൂടെ സൈസ് കൂട്ടിയിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കാം. അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ലൈൻസ് പല സൈസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു സ്ട്രോക്കിനെ സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, ആ സ്ട്രോക്കിന് ചുറ്റും ഒരു ട്രാൻസ്ഫോം വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷണൽ മെനു ബാറിൽ വന്നിട്ട് ഇവിടെ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം ഏതൊരു ടൂൾ എടുത്താലും ഓപ്ഷണൽ മെനു ബാർ ആക്റ്റീവ് ആവും. ഓപ്ഷണൽ മെനു ബാറിൽ വന്നിട്ട് ആ സ്ട്രോക്കിന്റെ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡ് ആക്കാണ്. റെഡ് ആക്കി വേണമെങ്കിൽ ഒപ്പാസിറ്റി കുറയ്ക്കാൻ നമുക്ക് ഒപ്പാസിറ്റി കുറയ്ക്കാം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് കാണാം പാത്തിനോടൊപ്പം തന്നെ ആങ്കർ പോയിന്റുകൾ വന്നിട്ടുണ്ട്. ആ ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ചസ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ കർവ് ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് കർവ്സ് ഒക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കൺട്രോൾ അമർത്തി ഓൾ സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ബട്ടൺ അമർത്തി ഡിലീറ്റ് ചെയ്യാണ്. നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ചുകൂടി ബ്രഷിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ആണ്. അതിന് വേണ്ടിയിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാം പെയിന്റ് ബ്രഷ് ടൂൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ടൂളാണ് ഫെഡിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ. ഈ ഫെഡിലിറ്റി എന്ന് പറഞ്ഞ ടൂൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് എടുക്കുന്നത് ന്യൂട്രൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലാണ് ഫെഡിലിറ്റി ഒക്കെ എടുക്കുന്നത്. അതുകൂടാതെ സ്മൂത്ത് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ആക്യുറേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആക്യുറേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു. ജസ്റ്റ് ഞാൻ വരയ്ക്കുകയാണ്. ഒരു സിക്സാഗ് പോലെ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം വളരെ ആക്യുറേറ്റ് ആയിട്ട് വലിയ രീതിയിലൊന്നും സ്മൂത്തൺ ചെയ്തിട്ടൊന്നുമില്ല.
ഞാൻ വീണ്ടും ആ ഒരു ഓപ്ഷൻസിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്മൂത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് കാണാം നേരത്തെ വരച്ചിരിക്കുന്ന ലൈൻസിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് രണ്ടാമത് വരച്ച ലൈനെ സ്മൂത്ത് ആക്കി തന്നു. അതുപോലെ തന്നെ നമ്മൾ വരച്ച അതേ അക്യുറേറ്റ് ആയിട്ടുള്ള ഷേപ്പിലേക്കല്ല, ചെറിയ ഷേപ്പിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്മൂത്തൻ ചെയ്തപ്പോൾ. കാരണം അതിന്റെ കേർവ്സ് ആംഗിൾസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് കേർവ്ഡ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മൂത്തഡ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ആ ചേഞ്ചസ് ആണ് മെയിൻ ആയിട്ടുള്ള അതിൽ വരുന്നത്. നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്മൂത്ത് ആയിട്ടും അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ കൺട്രോൾ എ അമർത്തിക്കൊണ്ട് ഓൾ സെലക്ട് ചെയ്യാണ്, ഇത് ഡിലീറ്റ് ചെയ്തു. നമുക്കിനി ബ്രഷ് ടൂളിൽ അടുത്ത ടൂൾ ഓപ്ഷൻ നോക്കാം. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കാണാം ഓപ്ഷൻസിൽ ഫിൽ ന്യൂ ബ്രഷ് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഞാൻ അത് ചെക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഫില്ലായിട്ടില്ലല്ലേ, സ്ട്രോക്ക് മാത്രം വന്നിട്ടുള്ളൂ. ഇതിന്റെ ഉള്ളിൽ കളേഴ്സ് ഒന്നും ഫില്ലായിട്ടില്ല. കളേഴ്സ് ഫില്ലാവണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൺട്രോൾ Z അമർത്തി അൺഡു ചെയ്യാണ്. ഇവിടെ ഫില്ലിന്റെ കളർ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. യെല്ലോ സെലക്ട് ചെയ്തു. ഇനി ഞാൻ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഒരു കളറ് ഫില്ലായിട്ടുണ്ട്. ആ ഒരു ഓപ്ഷന്റെ പ്രത്യേകത അതാണ്, നമ്മൾ വരയ്ക്കുന്ന സ്ട്രോക്ക് കൂടാതെ ഒരു കളറിനെ ഫില്ല് ചെയ്ത് തരും. ഫില്ല് ചെയ്ത് തരണമെങ്കിൽ നമ്മളിവിടെ കളറിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നേരെ മറിച്ച് നൺ ചെയ്തിട്ട് വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് നൺ ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ കണ്ടോ ഫില്ല് വരുന്നില്ല. നേരെ മറിച്ച് ഞാനൊരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എങ്ങനെ വരച്ചു കഴിഞ്ഞാലും അതിനെ ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ഞാൻ കൺട്രോൾ എ അമർത്തി ഓൾ സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ടൂൾ നമുക്ക് നോക്കാം. കീപ് സെലക്ടഡ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം എടുത്ത ഫിൽ ന്യൂ ബ്രഷ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ അൺചെക്ക് ചെയ്തതിനു ശേഷം ഓക്കെ ചെയ്യാണ്. ഈ ഒരു ഓപ്ഷന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ കണ്ടോ സെലക്ഷൻ എപ്പോഴും സെലക്ഷൻ എനബിൾ ആയിട്ട് നിൽക്കുകയാണ്. ഈ സെലക്ഷൻ പോകണമെങ്കിൽ നെക്സ്റ്റ് ലൈൻ വരയ്ക്കണം. കണ്ടോ നെക്സ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ആ സെലക്ഷൻ എനബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അടുത്ത സ്ട്രോക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ലൈൻസ് വരയ്ക്കുമ്പോഴും സെലക്ഷൻ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് എപ്പോഴാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ എഡിറ്റഡ് സെലക്ടഡ് പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് അത് ചെക്ക് ചെയ്ത് കെടുക്കുന്നുണ്ടാവും, അതായത് ആ ടിക്ക് ഓൺ ആയിട്ട് കെടുക്കുന്നുണ്ടാവും. ഓക്കെ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാത്ത് കാണാം, അതിനൊപ്പം കൂടി ആംഗേഴ്സും കാണാം. ഈ പാത്തിലൂടെ ഞാൻ വേറൊരു ലൈനും കൂടി ഇങ്ങനെ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ആ സെയിം സ്ട്രോക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റി. അതിന് കാരണം ഈ ഒരു ഓപ്ഷനാണ്, എഡിറ്റഡ് സെലക്ടഡ് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കൂടാതെ കീപ് സെലക്ടഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനും ആക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം കീപ് സെലക്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഒക്കെ ഓൾറെഡി സെലക്ടഡ് ആയി എടുക്കുകയും ഒപ്പം നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുമ്പോൾ ആ സെലക്ടഡ് ആയിട്ടുള്ള ആ ഒരു പാത്തിനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാനും പറ്റും. ഓക്കെ, കൺട്രോൾ അമർത്തി ഓൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഞാനൊരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ, പല സ്ഥലങ്ങളിലായിട്ട് ലൈൻ വരച്ചു. നമ്മുടെ ലെയർ പാനൽ നോക്കിയാൽ കാണാം എല്ലാം സെപ്പറേറ്റ് പാത്ത് ആയിട്ടാണല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഓൾ സെലക്ട് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യാണ്. ഈ ലൈൻ വരച്ചതിന് ശേഷം ആ പാത്തിലൂടെ തന്നെ വീണ്ടും ഞാൻ ലൈൻ വരയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ വരച്ച് പോവാണ്ടോ. ഇതൊക്കെ ഒരൊറ്റ പാത്തായിട്ടും ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് ലെയേഴ്സ് നോക്കിയാൽ കാണാം കണ്ടോ, ഒരു സിംഗിൾ പാത്തായിട്ടാണ് ക്രിയേറ്റ് ആവുന്നത്. ഇപ്പൊ ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ പാത്തായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോകാൻ വേണ്ടി ഈ ഒരു ടൂള് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. പെയിന്റ് ബ്രഷ് ടൂളില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആണ് ബ്രഷ് ഡെഫിനീഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോർഷനിൽ കാണുന്ന ഓപ്ഷൻസ്. ഇവിടെ നമുക്ക് ഒരുപാട് ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്രഷസും അതുപോലെ തന്നെ ലൈബ്രറിയിൽ ഒരുപാട് ബ്രഷസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് സ്വന്തമായിട്ട് ബ്രഷസ് അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷിന്റെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ആ ഒരു ടൂള് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ വിൻഡോയിൽ വരാം, നേരെ
താഴേക്ക് വരുമ്പോൾ ബ്രഷസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. F5 ആണ് ഷോർട്ട് കട്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം കാണാം ആ ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്, ബ്രഷസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് വേണ്ടത് ആ ഒരു ഓപ്ഷൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ്. ചൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. അപ്പോൾ ഈ ലൈബ്രറിയിൽ ഒരുപാട് ബ്രഷസ് ഉണ്ട്. നിങ്ങളൊന്ന് നോക്കാം, സെർച്ച് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. ഓരോ ബ്രഷസും നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിലൊരു ബ്രഷ് എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ബ്രഷിന്റെ സ്ട്രോക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാൻ വീണ്ടും ഒരു ലൈൻ വരച്ചു. ഇപ്പൊ ഇത് സെലക്റ്റഡ് ആണല്ലേ, ഓൾറെഡി സെലക്റ്റഡ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ബ്രഷസ് സെലക്ട് ചെയ്യുമ്പോൾ കാണാം കേട്ടോ, ആ ഒരു ബ്രഷസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്രഷസിന്റെ ടെക്സ്ചറിലേക്ക് അത് മാറ്റപ്പെടുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ സെലക്ഷൻ ഓൾറെഡി എടുക്കുന്നുണ്ട് ബ്രഷസിൽ. നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് ഡെഫിനീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ടെക്സ്ചറിലേക്ക് വരണമെങ്കിൽ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഒരു ടൂൾ ഉണ്ടല്ലോ, അത് ഓൺ ആണോ എന്ന് നോക്കണം. ഓൺ ആണെങ്കിൽ മാത്രം വരുള്ളൂ. എഡിറ്റ് സെലക്റ്റഡ് പാത്തും അതുപോലെ തന്നെ കീപ് സെലക്റ്റഡ് എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷൻസ് ഓൺ ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. നേരെ മറിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സെലക്ഷൻ വരുന്നുണ്ട്, പക്ഷെ വേറെ ബ്രഷ് ഒന്നും സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് ചേഞ്ച് ആയി കിട്ടുന്നില്ല. നമുക്ക് വേറെ ബ്രഷസ് ചൂസ് ചെയ്തതിനു ശേഷം പിന്നെ വരയ്ക്ക് തന്നെ വേണം കേട്ടോ. നേരെ മറിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോഴോ ആ രണ്ട് ഓപ്ഷൻസ് ഞാൻ ഓൺ ചെയ്തിട്ടാണ്. ഓൺ ചെയ്തിടുമ്പോൾ നമ്മൾ വരച്ചതിന് ശേഷം ആ സെലക്ഷൻ അവിടെ തന്നെ എടുക്കും, ഡിസബിൾ ആയി പോകുന്നില്ല. പിന്നെ നമുക്ക് വേണ്ട ബ്രഷസ് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ ഓൾ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നമ്മൾ ഇത്ര നേരം പഠിച്ച ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്കൊരു ചിത്രം വരച്ച് നോക്കാം. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാണ്, കളർ ബ്ലാക്ക് എടുക്കുകയാണ്, സ്ട്രോക്കിന്റെ 1 ആണ് എടുക്കുന്നത്. ബ്രഷ് ഡെഫിനീഷൻ ഞാൻ ഡീഫോൾട്ട് ആയിട്ട് ഉള്ളൊരു ബ്രഷ് എടുക്കുകയാണ്. ആർട്ടിസ്റ്റിക്കില് ഇവിടെ ആർട്ടിസ്റ്റിക് ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, അത് എടുക്കുകയാണ്. അതിൽ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ടാപ്പേർഡ് ആയിട്ടുള്ള ഒരു ബ്രഷാണ്. ടാപ്പേർഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ബ്രഷാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കണ്ടോ, ഒരു ടാപ്പേർഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് വരുന്നത്. ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഇമേജ് വേണം അല്ലെ. ഫയലിൽ പോയിട്ട് ഇവിടെ ഏറ്റവും താഴെ വരുമ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, സെലക്ട് ചെയ്യുക. ഇമേജ് എടുത്ത് വെച്ചിരിക്കുന്ന ഓപ്ഷനിലേക്ക് വന്നിട്ട് ഒരു ടോമിന്റെ ഒരു ഹെഡ് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യാം. ഓക്കെ, പ്ലേസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് വന്നിട്ട് എംബഡ് ചെയ്യാം. എംബഡ് ചെയ്തതിനു ശേഷം ലെയർ പാനലിലേക്ക് വന്നിട്ട് ഈ 3 ഡോട്ട്സ് കാണാം, അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഒപ്പാസിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ലോക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിട്ട് വരും ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ. കൂടാതെ ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഈ ലെയറിന്റെ പേര് സ്ട്രോക്ക് ഓർ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിലാണ്, ഈ ലെയറിലാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ എന്തിനാണ് ടാപ്പേർഡ് ടൂൾ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് ഒരു ടാപ്പേർഡ് ആയിട്ടുള്ള ടൂൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ടോമിന്റെ ഇമേജ് തന്നെ കണ്ടാലേ അറിയാം അല്ലെ, ഓരോ പോർഷൻസിലും ടാപ്പേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അതിനുവേണ്ടി ഞാൻ ടൂൾ സെലക്ട് ചെയ്തത്. നമുക്കിനി ജസ്റ്റ് വരച്ചു നോക്കാം. നമുക്ക് ഇത്ര സൈസ് വേണ്ട, വേണമെങ്കിൽ നമുക്ക് സ്ട്രോക്കിൽ വന്നിട്ട് ഇങ്ങനെ കുറയ്ക്കാം. ഞാൻ ജസ്റ്റ് നേരത്തെ ഓപ്ഷൻസ് ഓഫ് ചെയ്യാണ്. കീപ് സെലക്റ്റഡ് പാത്തും കീപ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്യാണ്. പിന്നെ നമുക്ക് ഈ സെലക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വരയ്ക്കുമ്പോൾ. ആ ഓപ്ഷൻ എപ്പോഴാണ് യൂസ് ആവണേന്ന് വെച്ചാൽ ഇതുപോലെ ഇവിടം വരെ ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പറ്റുള്ളൂ, ഇത് കൂട്ടി വരയ്ക്കണം എന്ന് എനിക്ക് തോന്നാണ്. അപ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, രണ്ട് ഓപ്ഷൻസ് ഓൺ ചെയ്യുക, എന്നിട്ട് എനിക്കിങ്ങനെ കൂട്ടി വരയ്ക്കാം. ഓക്കെ, ഓപ്ഷൻസ് വീണ്ടും ഓഫ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് കാണാം ഞാൻ ഔട്ട്ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇമേജ് ഹൈഡ് ചെയ്ത് നോക്കാം. പെയിന്റ് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ടോമിന്റെ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ടൂൾ നമുക്ക് പരിചയപ്പെടാം. ആ ടൂളിന്റെ പേരാണ് ബ്ലോബ് ബ്രഷ് ടൂൾ. എന്താണ് ബ്ലോബ് ബ്രഷ് ടൂൾ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലോബ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ പെയിന്റ് ബ്രഷ് ടൂൾ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ വരച്ചിരിക്കുന്ന ബ്രഷിന്റെ സ്ട്രോക്സ് ഇല്ലേ, അതിന്റെ ഉള്ളിലായിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പെയിന്റ് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് വരച്ച സ്ട്രോക്സ് ആണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ വരകളാണ് ഈ കാണുന്നത്. ഒരു ടോമിന്റെ ഹെഡ് വരച്ച്, അപ്പോൾ ഈ ഹെഡ് വരച്ചതിന് ശേഷം കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ബ്ലോബ് ബ്രഷ് ടൂൾ. ഈ ഒരു ടൂളിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പെയിന്റ് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഫില്ല് ചെയ്യുന്ന പോലെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. കാരണം ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ പാത്തുകളൊക്കെ വന്നിട്ടുള്ളത്, എല്ലാം ഇൻഡിവിജ്വൽ പാത്തായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നേരെ മറിച്ച് ബ്ലോബ് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ചു നോക്കാം. ഇനി സെലക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതൊരു ഒറ്റ ഷേപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ സിംഗിൾ പാത്തായിട്ട് ഒരൊറ്റ ഏരിയ ആയിട്ട് ഫില്ല് ചെയ്ത് വരും. അതാണ് ഈ ഒരു ടൂളിന്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ കൺട്രോൾ ചെയ്യാമത്തി ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് ആ ഒരു സ്ട്രോക്കിലേക്ക് തന്നെ പോവാം. ഇപ്പൊ ഞാൻ ടോമിന്റെ ഹെഡ് സ്ട്രോക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ പെയിന്റ് ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നമുക്കിതിന് കളർ ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലോബ് ബ്രഷ് ടൂൾ എടുക്കുകയാണ്. ലെയർ പാനൽ എടുക്കുക. ഇനി ഒരു പുതിയൊരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രോക്കിന് തൊട്ട് താഴെ ആയിട്ടായിരിക്കണം ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പേര് കൊടുക്കുകയാണ്, കളർ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ റെഫറൻസ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഐ ഡ്രോപ്പർ ടൂൾ ഉണ്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലോക്ക് ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, നമ്മൾ ആ ഒരു സ്ട്രോക്കിന് താഴെ വരച്ചുകൊണ്ട് തന്നെ ആ സ്ട്രോക്കിന് താഴെയായിട്ടാണ് നമ്മൾ ആ ഫില്ല് ചെയ്യുന്നതൊക്കെ വരുന്നത്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂൾ യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകത നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരൊറ്റ പാത്തായിട്ടാണ് വരിക. ഒരുപാട് പാത്ത് അല്ലെ ഇൻഡിവിജ്വൽ പാത്തായിട്ട് ക്രിയേറ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഫുൾ ആണ്. അങ്ങനെ ക്രിയേറ്റ് ആയി പോവാത്തതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഓരോ പാത്തും സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ബ്ലോക്ക് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മൊത്തമായിട്ട് ഫില്ല് ചെയ്തത്. അപ്പൊ നമ്മൾ കൈ എടുത്ത് വരച്ചെടുത്തതൊക്കെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെയേഴ്സ് അല്ലെങ്കിൽ പാത്തായിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ കണ്ടോ, ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ നമ്മൾ കൈയെടുത്ത് വരച്ചതാണ്, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാത്തായിട്ട് മാറിയിട്ടുണ്ടാവും. മെയിൻ ആയിട്ട് കൂടുതലായിട്ട് വരച്ച പോർഷൻസും ഒറ്റ സ്ട്രെച്ചിൽ വരച്ചതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടി ഒരൊറ്റ ലെയറിൽ ഒരൊറ്റ പാത്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇല്ലുസ്ട്രേറ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രഷസ് ആണ് ഇത് രണ്ടും, ബ്രഷ് ടൂളും അതുപോലെ തന്നെ ബ്ലോബ് ബ്രഷ് ടൂളും എന്ന് പറയുന്നത്. നമുക്ക് ഈ ബ്രഷസിൽ പ്രഷറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് പ്രഷർ സെൻസിറ്റിവിറ്റി ഒക്കെ അനുസരിച്ച് വരയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. അത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നീട് വെക്ടർ ആർട്ട് അല്ലെങ്കിൽ വെക്ടർ പോർട്രേറ്റ്സ് ഒക്കെ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ
രേഖപ്പെടുത്തുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.